ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി പാലപ്പം ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ വറുത്ത 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ കുറച്ച് നാളികേരം, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് എൻ്റെ കയ്യിൽ പൊടി പോലത്തെ ആയതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഈ അരിപ്പൊടിയിൽ നിന്ന് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തൊന്ന് കുറുക്കണം. നന്നായി ലൂസാക്കിയിട്ട് കട്ട കൂടാണ്ട് ഇരുന്ന് നന്നായിട്ട് കുറുക്കിയിട്ട് വരാം. നമ്മൾ നാളികേരം എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളറുള്ള ഇത് ചെത്തി കളഞ്ഞിട്ട് വേണം നാളികേരം ഇതിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു കളർ വരും. അപ്പോൾ ആ നാളികേരം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരയ്ക്കുക. നാളികേരം അരച്ചതിലേക്ക് നമ്മൾ ഈ ചോറ് എടുത്ത് വെച്ചത് ഇട്ട് നന്നായി ഒന്ന് അരയ്ക്കാം. ചോറ് അരച്ചതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര, നമുക്ക് പഞ്ചസാര അധികം വേണമെന്ന് വെച്ചാൽ പഞ്ചസാര കൂടുതലിടാം, അല്ലെ കറി കൂട്ടി കഴിക്കാനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പഞ്ചസാര മതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ കുറുക്കി വെച്ചതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈസ്റ്റും കൂടി ഇട്ട് അടിച്ചോ. ചോറ്, പഞ്ചസാര, ഈസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി കുറുക്കിയതും കൂടി ഇട്ട് നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ച അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി പാകത്തിന് ഉപ്പും ഇനി ഈ അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിക്കുക. നന്നായി കലക്കുക. ഇനി കലക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് മാവ് ഈ പരുവത്തിൽ നമുക്ക് കലക്കി ശരിയാണം. ഇങ്ങനെ ഇനി നമുക്കിത് മിക്സിയിൽ എല്ലാം കൂടി ഒന്നുകൂടി അടിക്കുക. ഇപ്പം നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ശരിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ പാലപ്പം ഉണ്ടാക്കിയെടുക്കും. പാലപ്പത്തിനുള്ള മാവ് ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. 3 മണിക്കൂർ മതി നമുക്ക് ഈ പാലപ്പം പൊന്തി വരാനായിട്ട്. അപ്പോൾ അതിനി നമുക്കിത് ചട്ടിയിലൊഴിച്ച് പാലപ്പം ഉണ്ടാക്കാം. പാലപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ ഈ ലൂസിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ചിട്ടിട്ട് ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടിത് അങ്ങനെ വെച്ച് അപ്പം നമുക്ക് തീ ഒന്ന് വേമത്തും ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി അപ്പം വേവട്ടെ. ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് സ്ലോവിലിടാം. എന്നിട്ട് അപ്പം എടുക്കാം. ഇനി അതേപോലെ അപ്പം തന്നെ ഒരു കയ്യിൽ ഒഴിച്ച് മാവ് ചുറ്റിക്കുക. മൂടി വെച്ചതിൻ്റെ ശേഷം ഫ്ലെയിം കൂട്ടിയിടാം. ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്കും അപ്പം റെഡി ചെയ്തിട്ടും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുമല്ലോ. Thank you very much.